ഒരു ട്രാക്ടർ കമ്പനി എങ്ങനെയാണ് ഇങ്ങനെ തുറക്കുന്ന ഡോറുള്ള വണ്ടി ഉണ്ടാക്കിയത് എന്നാണ് നമ്മൾ നോക്കുന്നത്. വെൽക്കം ബാക്ക് ടു വെലോസിറ്റി സ്ട്രീറ്റ്. അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നത് 1960കളിലെ ഇറ്റലിയിലാണ്. ഒരു കൊടീശ്വരനായ ട്രാക്ടർ മുതലാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളാണ്. അപ്പോൾ വണ്ടിയോട് ഇഷ്ടമുള്ള കോടീശ്വരന്മാർ ആദ്യം വാങ്ങുന്ന വണ്ടി ഏതാ? ഫെറാറി. അപ്പോൾ ഇദ്ദേഹം ഉപയോഗിക്കുന്ന ഫെറാറികൾക്കെല്ലാം എപ്പോഴും പല കംപ്ലൈൻറ്റുകൾ. അപ്പോൾ ഈ വണ്ടിയോടുള്ള ഇഷ്ടക്കൂടുതൽ കാരണം ഫെറാറിയുടെ മുതലാളിയായ എൻസോ ഫെറാറി എടുത്ത് ഈ വണ്ടിക്ക് ചില കംപ്ലൈൻറ്റുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി. എൻസോ ഫെറാറിയെ പറ്റി പറയുമ്പോൾ എൻസോ ഫെറാറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് എൻസോ ഫെറാറിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇദ്ദേഹം എൻസോ ഫെറാറി അടുത്ത് ഈ കംപ്ലൈൻറ്റുകൾ പറഞ്ഞു തന്നപ്പോൾ എൻസോ ഫെറാറി വല്ലാതെ ചൂടായിട്ട് പറഞ്ഞു, നിനക്ക് ഭ്രാന്ത, നിൻ്റെ തല കൊണ്ടേ വെള്ളത്തിൽ മുക്കി വെക്ക്, നിനക്ക് വണ്ടിയെപ്പറ്റി എന്തൊക്കെ അറിയാം എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ വണ്ടിയെക്കാട്ടിയും നല്ല വണ്ടി ഞാൻ ഉണ്ടാക്കും എന്ന വാശിയിൽ ഉണ്ടാക്കിയ വണ്ടി കമ്പനിയാണ് ലാംബോർഗിനി. ആൻഡ് ഈ പറഞ്ഞ കോടീശ്വരൻ വേറെ ആരുമല്ല, ഫെറൂച്ചിയോ ലാംബോർഗിനിയാണ്. ലാംബോർഗിനിക്ക് ഒറ്റ വാശി ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ രീതിയിലും ഫെറാറിയെക്കാട്ടിയും നല്ല വണ്ടി ഉണ്ടാക്കണം. അത് പവറിലായാലും സ്പീഡിലായാലും ഏറ്റവും വലിയ എഞ്ചിനായാലും ഏറ്റവും കാണാൻ ഭംഗിയുള്ള വണ്ടി ആയാലും എല്ലാ രീതിയിലും ഫെറാറിയെക്കാട്ടി നന്നാവണം. ലംബോർഗിനിക്ക് അറിയായിരുന്നു ആൾക്കാർ ഫെറാറി വാങ്ങുന്നുണ്ട് എങ്കിൽ അത് ഫെറാറിയുടെ എഞ്ചിന് വേണ്ടിയായിരുന്നു എന്ന്, അവരുടെ 12 സിലിണ്ടർ V12 എഞ്ചിന് വേണ്ടിയായിരുന്നു എന്ന്. അപ്പോൾ ലംബോർഗിനിക്ക് മനസ്സിലായി ആദ്യം വേണ്ടത് ഒരു V12 എഞ്ചിനാണെന്ന്. അപ്പോൾ ഫെറൂച്ചിയോ ലംബോർഗിനി ചെയ്തത് ഇറ്റലിയിലുണ്ടായിരുന്ന ജിയോട്ടോ ബിസറീനി എന്ന് പറയുന്ന എഞ്ചിനീയറെ കൊണ്ട് ഒരു പുതിയ V12 എഞ്ചിൻ അവരുടെ വണ്ടിക്ക് വേണ്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ എഞ്ചിൻ വെച്ചുണ്ടാക്കിയ ആദ്യത്തെ വണ്ടിയാണ് ലാംബോർഗിനി 350 GT. ആ വണ്ടി ലംബോർഗിനി വിചാരിച്ചതിനെക്കാട്ടിയും വലിയൊരു സക്സസ് ആയിരുന്നു. അതോടെ ഫെറാറിക്ക് മനസ്സിലായി ഇവർ കളിക്കുന്നത് ഒരു സാധാരണ കമ്പനിയോടെ അല്ല എന്ന്. ലാംബോർഗിനി 350 GT അവർ വിചാരിച്ചതിനെക്കാട്ടിയും വലിയൊരു സക്സസ് ആയിരുന്നുവെങ്കിലും ലംബോർഗിനി ലോകം മൊത്തം അറിയപ്പെട്ടത് ഒരു വണ്ടിയിലൂടെയാണ്, ലാംബോർഗിനി മിയൂറ. അപ്പം ഇതുവരെയുള്ള കാറുകളിൽ നിന്ന് മിയൂറയെ എങ്ങനെ വ്യത്യസ്തനാക്കി എന്നുള്ളത്, മിയൂറയാണ് ലോകത്തെ ആദ്യത്തെ മിഡ് എൻജിൻ സൂപ്പർ കാർ. മിഡ് എൻജിൻ സൂപ്പർ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ എൻജിനുള്ള ലോകത്തെ ആദ്യത്തെ റോഡ് കാറാണ് ലാംബോർഗിനി മിയൂറ. അത് അന്നത്തെ എഞ്ചിനീയർമാർക്കൊക്കെ അംഗീകരിക്കാവുന്നതിനും അപ്പുറമാണ്. കാരണം ഒരു മനുഷ്യനും ഒന്നും ആലോചിച്ചിരുന്നില്ല റോഡിൽ ഓടുന്ന ഒരു വണ്ടിക്ക് ഇങ്ങനെ എഞ്ചിൻ വെക്കാൻ പറ്റുന്നത്. ഫോർമുല 1 ഉണ്ടായിരുന്നു, പക്ഷേ റോഡിൽ ഓടുന്ന ഒരു വണ്ടിക്ക് ഇങ്ങനെ എഞ്ചിൻ വെക്കാൻ പറ്റുന്ന ഒരു എഞ്ചിനീയർമാരും ആലോചിച്ചിരുന്നില്ല. ആ വണ്ടിയാണ് ലംബോർഗിനിക്ക് ലോകം മൊത്തം പ്രസിദ്ധി കൊടുത്തത്. ഫെറൂച്ചിയോ ലംബോർഗിനിക്ക് സ്പാനിഷ് ബുൾ ഫൈറ്റ് വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു. അത് കാരണം തന്നെയാണ് ലംബോർഗിനിയുടെ ലോഗോയിലും ഒരു കാളയാണുള്ളത്. ലംബോർഗിനിയുടെ എല്ലാ വണ്ടികളുടെയും ഡിസൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങ് വാടാ ഞാനിപ്പോൾ നിന്നെ കൊല്ലും എന്നുള്ളൊരു ടൈപ്പ് ലുക്കാണ്. അപ്പോൾ അത് ആ ഒരു സ്പാനിഷ് ബുൾ ഫൈറ്റ് ഹെറിറ്റേജ് വെച്ചിട്ടാണ് ലംബോർഗിനി എല്ലാം ചെയ്യുന്നത്. അത് ഡിസൈൻ ആയാലും എന്തിനേറെ ലംബോർഗിനിയുടെ വണ്ടികളുടെ പേര് വരെ സ്പാനിഷ് ബുൾ ഫൈറ്റിൽ ധീരനായി മരിച്ച കാളകളുടെ പേരാണ്. അതുപോലെ തന്നെയാണ് ഈ മിയൂറ എന്നുള്ള പേരും. മിയൂറ എന്നുള്ളത് ഒരു കാളയുടെ പേരായിരുന്നു, ഈ സ്പാനിഷ് ബുൾ ഫൈറ്റിൽ മരണപ്പെട്ട ഒരു കാളയുടെ പേരായിരുന്നു. പിന്നെ അടുത്തതായിട്ട് ലംബോർഗിനി ഉണ്ടാക്കിയ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് വണ്ടിയാണ് ലാംബോർഗിനി കുണ്ടാഷ്. നമ്മൾ പല ആൾക്കാർ ഈ വണ്ടി കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഈ വണ്ടി അന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. DDLJയിൽ ഷാറൂഖ് ഖാൻ കോൺവക്കേഷന് പോകാൻ ലേറ്റായിട്ട് ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നിട്ട് പോയി കയറുന്ന വണ്ടിയാണ് ഈ ലാംബോർഗിനി കുണ്ടാഷ്. ഒരു വെള്ള കളർ ഡോറ് മുകളിലേക്ക് പോകുന്ന വണ്ടി. എല്ലാവരും ഈ ഡോറ് മുകളിലേക്ക് പോകുന്നത് ഒരു ലംബോർഗിനിയായിട്ട് വല്ലാതെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് എല്ലാവരും വിചാരിക്കും ഈ ഡോറ് മുകളിലേക്ക് പോകുന്നത് ഒരു ഡിസൈനോ അല്ലെങ്കിൽ ഒരു സ്റ്റൈലിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ ഒരിക്കലും ഈ ഡോറ് മുകളിലേക്ക് പോകുന്ന സിസർ ഡോർ അല്ലെങ്കിൽ ലാംബോ ഡോർ എന്നുള്ള ഒരു സ്റ്റൈലിംഗ് ഫീച്ചർ ആയിരുന്നില്ല. ലംബോർഗിനിയുടെ ഓണർ ഈ ഫെറൂച്ചിയോ ലംബോർഗിനിയും ടെസ്റ്റ് ഡ്രൈവർ വാലന്റീനോ ബൽബോണിയും ഈ കുണ്ടാഷ് ഉണ്ടാക്കുന്ന സമയത്ത്, അതിൻ്റെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈ കുണ്ടാഷിന് വലിയ എഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു വലിയ V12 എഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സീറ്റിൻ്റെ ബാക്കിൽ എഞ്ചിൻ വെക്കുന്നതുകൊണ്ട് ബാക്കിലത്തെ മിററിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്കിൽ എന്താ ഉള്ളതെന്ന് കാണുന്നുണ്ടായിട്ടില്ല. അപ്പോൾ വണ്ടി എപ്പോഴെങ്കിലും പാർക്ക് ചെയ്യുമ്പോഴൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ വാലന്റീനോ ബൽബോണിക്ക് ഒരു ഐഡിയ തോന്നി, ഡോറ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഡോറ് തുറക്കുന്ന ഭാഗത്ത് ഡ്രൈവർക്ക് കയറി ഇരുന്നിട്ട് ബാക്കിലേക്ക് നോക്കി വണ്ടി റിവേഴ്സ് എടുക്കാമല്ലോ എന്ന്. അങ്ങനെയാണ് ലാംബോർഗിനിയുടെ സിസർ ഡോർ അല്ലെങ്കിൽ ലാംബോ ഡോർ എന്നുള്ളത് ലംബോർഗിനി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലംബോർഗിനി കുണ്ടാഷ് ആയിരുന്നു ആക്ച്വലി ലംബോർഗിനിക്ക് ആ ഒരു തടിക്കഷ്ണം 4 പീസായിട്ട് മുറിച്ചൊരു ഡിസൈൻ കൊടുത്ത വണ്ടി. ആൻഡ് അതിനുശേഷമുള്ള എല്ലാ ലംബോർഗിനികളിലും ലംബോർഗിനി ആ ഡിസൈൻ അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന ലംബോർഗിനിയുടെ വണ്ടിയായിരുന്നു ലാംബോർഗിനി ഡിയാബ്ലോ. ഡിയാബ്ലോയിൽ ലംബോർഗിനി ചെയ്തെന്താണെന്ന് പറഞ്ഞാൽ കുണ്ടാഷിൻ്റെ എഞ്ചിനും ഗിയർ ബോക്സും എല്ലാം എടുത്തിട്ട് കൂടുതൽ ലക്ഷ്യൂറിയസ് ആയ ഒരു വണ്ടിയിലേക്ക് വെക്കുക എന്നുള്ളതാണ് ലംബോർഗിനി ചെയ്തത്. അപ്പോൾ ലംബോർഗിനി അതിനകത്ത് നിന്ന് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എപ്പോഴും റേസിംഗ് അല്ലെങ്കിൽ ഭയങ്കര ഹാഷായിട്ടുള്ളൊരു വണ്ടി വേണ്ടാത്ത കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി വേണ്ട ആൾക്കാർക്കായിരുന്നു ലംബോർഗിനി ഡിയാബ്ലോ വിറ്റത്. അപ്പോൾ ഡിയാബ്ലോയുടെ ഏകദേശം അവസാനത്തേക്കാണ് ലാംബോർഗിനിയെ ജർമ്മൻ കമ്പനിയായ ഫോക്സ് വാഗൻ വാങ്ങിയത്. അപ്പോൾ ഫോക്സ് വാഗൻ ലംബോർഗിനിയെ വാങ്ങിയിട്ട് ആദ്യം ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെയുള്ള ലംബോർഗിനികൾ ഭയങ്കര പ്രാന്ത് പിടിച്ച വണ്ടികളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓടിക്കാൻ ഭയങ്കര പാടും, പക്ഷേ എന്നാൽ പോലും ഭയങ്കര ഓടിക്കുന്ന ആൾക്കാർക്ക് ഒരു സുഖമുള്ള വണ്ടിയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് ആ വണ്ടി മിസ് ചെയ്യുന്ന ടൈപ്പ് ഒരു വണ്ടിയായിരുന്നു. എന്നാൽ പോലും ഓടിക്കാൻ ബുദ്ധിമുട്ടും ഭയങ്കര അഗ്രസീവ് നേച്ചറുള്ള വണ്ടികളായിരുന്നു. അപ്പോൾ ഫോക്സ് വാഗൻ ആദ്യം ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഗ്രഷൻ കുറച്ച്, അതിൻ്റെ ആ ഒരു റഫ്നെസ് കുറച്ചിട്ട് കൂടുതൽ ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന വണ്ടിയാണ് ലാംബോർഗിനി മെർച്ചിലാഗോ. അപ്പോൾ ലാംബോർഗിനി മെർച്ചിലാഗോയ്ക്ക് ഉപയോഗിച്ച എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ലാംബോർഗിനിക്ക് ഉപയോഗിച്ച ബിസറീനി V12 തന്നെയാണ് മെർച്ചിലാഗോയ്ക്ക് ഉപയോഗിച്ചത്. എഞ്ചിന് പല മാറ്റങ്ങളും, എന്താ പറയുക, എഞ്ചിന് സൈസ് കൂടി പല ടെക്നോളജി കുറച്ച് മാറിയെങ്കിലും ബേസിക് എഞ്ചിൻ ആദ്യത്തെ എഞ്ചിൻ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത്. ആൻഡ് ബിസറീനി V12 ഉപയോഗിക്കുന്ന അവസാനത്തെ ലംബോർഗിനി ആയിരുന്നു ലംബോർഗിനി മെർച്ചിലാഗോ. അത് കഴിഞ്ഞ് വന്ന ലംബോർഗിനി ആയിരുന്നു ലംബോർഗിനി അവൻഡറോ. ഫോക്സ് വാഗൻ ലംബോർഗിനി വാങ്ങിച്ചപ്പോൾ വണ്ടിയുടെ ഫീലിങ്ങിലുള്ള പ്രാന്ത് കുറച്ചെങ്കിലും ഡിസൈനിൻ്റെ കാര്യത്തിൽ അവർ ഒരു കുറവും വരുത്തിയിട്ടില്ല. ലംബോർഗിനി അവരുടെ വണ്ടികളിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ എഞ്ചിനാണ് അവൻഡോറിന് വെച്ചത്. 6.5 ലിറ്റർ V12 എഞ്ചിനാണ് അതിന് വെച്ചത്. ലംബോർഗിനി അവൻഡോറിൻ്റെ ഡിസൈനെ പറ്റി പറയാനാണെങ്കിൽ ആ സമയത്തുള്ള F-22 റാപ്റ്റർ എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ലാംബോർഗിനി അവൻഡോർ ഡിസൈൻ ചെയ്തത്. അത് ആ വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പറന്നു പോകും എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ലംബോർഗിനി അവൻഡോർ SV വന്നു. SV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ വെലോച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻഡോർ പറഞ്ഞാൽ കുറച്ചും കൂടെ സ്പീഡും പവറും കൂടിയ വേർഷൻ. SV കഴിഞ്ഞിട്ട് SPJ വന്നു, സൂപ്പർ വെലോച്ച യോട്ട എന്ന് പറയുന്ന വണ്ടി. ആൻഡ് ഈ SPJ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാംബോർഗിനി അവൻഡോർ. ആൻഡ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത് F-35 ലൈറ്റ്നിങ് എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് എന്നും ലാംബോർഗിനിയുടെ DNA-യിൽ ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. വണ്ടിയോട് ഇഷ്ടമുള്ള പല ആൾക്കാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ലംബോർഗിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫും പോലെയാണ്, ഒരു വികാരമാണ്. അപ്പോൾ ഞങ്ങളുടെ ലംബോർഗിനിയെ പറ്റിയുള്ള ചെറിയ ഒരു ഹിസ്റ്ററി സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.